മദീനയുടെ രാജ്യവീഥികളിൽ നിന്ന് തമിഴ്നാടിന്റെ തീരപ്രദേശമായ ഏർവാടിയിലേക്ക് നീണ്ട ഒരു ഇതിഹാസമുണ്ട്. അധികാരത്തിന്റെ കിരീടം അയച്ചുവെച്ച് ആത്മീയതയുടെ വസ്ത്രമണിഞ്ഞ ഒരു സുൽത്താന്റെ കഥ. കുത്തുബ് സുൽത്താൻ സയ്യിദ് ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹു. ഇന്നും ദശലക്ഷക്കണക്കിന് വിശ്വാസികളുടെ ഹൃദയത്തിൽ മരിക്കാത്ത ഓർമ്മയായി ജീവിക്കുന്ന ആ മഹാന്റെ ചരിത്രമാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ പേജ് ഫോളോ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. മദീനയിലെ ഭരണാധികാരിയായിരുന്ന സയ്യിദ് അഹമ്മദ് ബാദ്ഷയുടെ പുത്രനായി ജനിച്ച ഇബ്രാഹിം ബാദുഷാ ആഡംബരങ്ങളുടെ നടുവിലായിരുന്നു വളർന്നത്. എന്നാൽ വിധി കാത്തുവച്ചത് മറ്റൊന്നായിരുന്നു. ഒരിക്കൽ സ്വപ്നത്തിൽ വല്യാപ്പയായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തോട് കൽപ്പിച്ചു, ഇബ്രാഹിം, നീ ഇന്ത്യയിലേക്ക് പോവുക, അവിടെ സമാധാനത്തിന്റെയും ഇസ്ലാമിന്റെയും സന്ദേശം എത്തിക്കുക. ഒരു നിമിഷം പോലും അദ്ദേഹം ആലോചിച്ചില്ല. സിംഹാസനവും അധികാരവും ഉപേക്ഷിച്ച് തന്റെ പ്രിയപ്പെട്ടവരോടൊപ്പം മദീനയുടെ മണ്ണ് വിട്ട് അദ്ദേഹം കടൽ കടന്നു. അതിർത്തി നിയമങ്ങൾ ഇല്ലാതിരുന്ന അക്കാലത്ത് ആത്മീയ പ്രബോധകർക്ക് മണ്ണും മനസ്സും തുറന്നു നൽകിയ പാരമ്പര്യമാണ് ഇന്ത്യയുടേത്. കേരളത്തിലും തമിഴ്നാട്ടിലും ഇത്തരം പ്രബോധകർക്ക് അന്നത്തെ രാജാക്കന്മാർ വലിയ സ്വീകരണമാണ് നൽകിയിരുന്നത്. എന്നാൽ സയ്യിദ് ഇബ്രാഹിം ബാദുഷയുടെ സന്ദേശങ്ങൾ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ടാക്കിയത് അന്നത്തെ ചില പ്രാദേശിക ഭരണാധികാരികളിൽ ആശങ്കയുണ്ടാക്കി. ആശയപരമായ ഈ വിയോജിപ്പുകൾ പിന്നീട് വലിയ സംഘർഷത്തിലേക്കും യുദ്ധങ്ങളിലേക്കും വഴിമാറി. തന്റെ സന്ദേശം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി അദ്ദേഹത്തിന് ആയുധം ഏന്തേണ്ടി വന്നു. ആ പോരാട്ടം സ്വന്തം കുടുംബത്തെ തന്നെ അദ്ദേഹത്തിന് നഷ്ടപ്പെടുത്തി. ഏകമകൻ സയ്യിദ് അബൂ തോഹിറും പ്രിയപ്പെട്ട ബന്ധുക്കളും ആ മണ്ണിലെ രക്തസാക്ഷികളായി. ഒടുവിൽ വിജയിയായി അദ്ദേഹം 12 വർഷം ആ പ്രദേശം ഭരിച്ചു. അധികാരം പിടിച്ചെടുക്കാനല്ല, മറിച്ച് തന്റെ കൂടെയുള്ളവർക്ക് നീതിപൂർവ്വം ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയായിരുന്നു ആ ഭരണം. പിന്നീട് നടന്ന മറ്റൊരു യുദ്ധത്തിൽ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന ഏർവാടിയുടെ മണ്ണിൽ രക്തസാക്ഷിയായി വീണു. ഇന്നും ഏർവാടിയുടെ ദർഗയുടെ മണ്ണിൽ മദീനയുടെ സുഗന്ധമുണ്ടെന്ന് വിശ്വാസികൾ പറയുന്നു. ജാതിമത ഭേദമന്യ ആയിരങ്ങളാണ് ഇന്നും ആ കവാടത്തിൽ ആശ്വാസം തേടിയെത്തുന്നത്. ത്യാഗത്തിന്റെയും വിശ്വാസത്തിന്റെയും നിശബ്ദ സാക്ഷിയായി ഏർവാടി ദർഗ ഇന്നും നിലകൊള്ളുന്നു. കുതുബ് സുൽത്താൻ സയ്യിദ് ഇബ്രാഹിം ബാദുഷാ ആ ചരിത്രം ലോകാവസാനം വരെ സ്നേഹത്തിന്റെയും സമർപ്പണത്തിന്റെയും പ്രകാശമായി ജ്വലിച്ചു നിൽക്കുന്നു.